അവിടെ തിരുവനന്തപുരം വർക്കലയിൽ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് മുത്തുകൾ പോലുള്ള വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ പാപനാശം തീരത്താണ് ഈ വിനോദസഞ്ചാരികളും നാട്ടുകാരും ഒക്കെ ഉൾപ്പെടെ നിരവധി പേർ ഈ കണ്ടെയ്നർ കാണാൻ അവിടെ എത്തി നിൽക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. പ്രശാന്താണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, എന്ത് തരത്തിലുള്ള വസ്തുവാണ് അവിടെ അടിഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ആളുകളെ ഇത് കാണുന്നതിനും മറ്റും വരുന്ന ആളുകളെ നിയന്ത്രിക്കാനും പറ്റുന്നുണ്ടോ? വീണ, ഇന്നലെയാണ് തിരുവനന്തപുരത്ത് വർക്കല പാപനാശം തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നത്. കണ്ടെയ്നറിലെ ചാക്കുകെട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ പദാർത്ഥങ്ങൾ പാപനാശം കടപ്പുറത്തേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചാക്കുകെട്ടിൽ നിന്നും പതിച്ച മുത്തുകൾ പോലെ അഥവാ ഉപ്പ് പരലുകൾ പോലെ തോന്നിക്കുന്ന പദാർത്ഥങ്ങൾ ഈ പാപനാശം കടൽ തീരത്തിൻ്റെ ഒരു 800 മീറ്റർ ദൂരപരിധിയിൽ വ്യാപിച്ച് കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കും ഇത് കാണാനെത്തുന്നവർക്കും മറ്റ് വിനോദസഞ്ചാരികൾക്കുമെല്ലാം പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. കാരണം എന്ത് രാസപദാർത്ഥമാണ് ഇത് എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പെട്രോളിയം സമാന്തരമായിട്ടുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും രാസപദാർത്ഥമാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരത്തേക്ക് വലിയ രീതിയിൽ ജനങ്ങൾ എത്തുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതായത് നമുക്കറിയാം, കണ്ടെയ്നർ കാണുവാനായിട്ട് എത്തുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ്. ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനെത്തുന്ന വിനോദസഞ്ചാരികളടക്കമുണ്ട്. ഇവരെല്ലാവരും ഈ തീരത്തേക്ക് അടിഞ്ഞ കണ്ടെയ്നറുകൾ കാണുവാൻ തീരത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അത് അനിയന്ത്രിതമായി തുടരുന്ന സാഹചര്യമാണ്. നിരവധി പേർ കൂട്ടമായി പാപനാശത്തിന്റെ പല ഭാഗത്തേക്ക് എത്തുകയും ആ ഭാഗങ്ങളെല്ലാം, അതായത് സഞ്ചാരികൾ വന്നെത്തുന്ന മണൽപ്പരപ്പുകളിലെല്ലാം ഈ ഉപ്പുകല്ലുകൾ പോലെ അഥവാ മുത്തുകൾ പോലെയുള്ള പദാർത്ഥം വ്യാപിച്ചു കിടക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതാണ് പരിഭ്രാന്തി പരത്താൻ കാരണമായത്. കാരണം എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് അടക്കമുള്ള കാരണമുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാവില്ല. എന്താണ് പദാർത്ഥമെന്ന് കണ്ടെത്താത്തോളം കാലം അതിൽ മറ്റ് കെമിക്കൽ പദാർത്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ശരീരത്തിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അത് കുട്ടികളടക്കം വരുന്നതാണത്. അങ്ങനെ അവർ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിഭ്രാന്തി അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാഹചര്യമുണ്ട്. ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ആദ്യം ഇത് ആ ഭാഗത്തു നിന്നും, അതായത് കടൽ ഭാഗത്തു നിന്നും കോരി മാറ്റുവാനുള്ളൊരു നീക്കം അത് നടത്തിയെങ്കിലും പിന്നീട് അത് നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത് നിർത്തിവെച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയാണ് അധികൃതർ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഈ തീരം ശുചിയാക്കുന്ന നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എന്ത് തരം കെമിക്കലാണ് ഈ സ്ഥലത്ത് അടിഞ്ഞത്, കണ്ടെയ്നറിന്റെ ചാക്കുകെട്ടിൽ നിന്ന് വീണതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി അധികൃതർ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ കൂട്ടമായി എത്തുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓരോ കാരണവശാലും ഈ പദാർത്ഥത്തിൽ തൊടുവാനോ അല്ലെങ്കിൽ പദാർത്ഥം കോരിയെടുക്കാനോ കൈകൊണ്ട് സ്പർശിക്കുവാനൊന്നും പാടില്ല. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് യാതൊരു കാരണവശാലും ഈ പ്രദേശത്തേക്ക് എത്തുവാനും പാടില്ല. അതൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതിന് ജില്ലാ ഭരണകൂടം അടക്കമുള്ളവരാണ്. മാത്രമല്ല മറ്റ് സർക്കാർ വൃന്ദങ്ങളിലുള്ളവരാണ് അതിൽ കൂടുതൽ ഈ എന്താണ് ഇത് അടിഞ്ഞുകൂടിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും കടൽ തീരത്തേക്ക് പോകാൻ പാടില്ല. പാപനാശം തീരത്തെത്തുന്നവർ പോലും ജാഗ്രത പാലിക്കണമെന്നൊരു കടുത്ത നിർദ്ദേശവും എന്തായാലും ജില്ലാ ഭരണകൂടം അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി പ്രശാന്ത്.